ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിന്നും ഒരു പറ്റം കർഷകർ ദില്ലിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. മാർച്ച് അക്രമാസക്തമായിരുന്നു. ആ മാർച്ച് ദില്ലി അതിർത്തിയിൽ തടയാൻ കഴിഞ്ഞിരുന്നു. ഇന്നലെ രാത്രി കുറച്ച് ഈ കർഷകർ രാത്രിയിൽ മാർച്ച് നടത്താൻ ശ്രമിച്ചതോടുകൂടി പോലീസ് ഇടപെടുകയും 34 പേരെ പൊക്കി അകത്തിടുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ വരുന്ന വാർത്ത ഹരിയാനയിൽ നിന്നാണ്. ഹരിയാന ശംഭു അതിർത്തിയിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഒരു കർഷക മാർച്ച് ആരംഭിക്കുന്നു. കാൽനടയായിട്ടാണ് കർഷക മാർച്ച്. ആ മാർച്ച് ദില്ലിയിലേക്കാണ്, പാർലമെൻറ്റിലേക്കാണ്. ഈ മാർച്ചിന് ഇത്തവണ ചില പ്രത്യേകതകളുണ്ട്. സൽവാൻ സിംഗ് പന്തർ നയിക്കുന്ന ഈ മാർച്ചിൽ 101 പേർ മാത്രമാണ് പങ്കെടുക്കുന്നത്. നമുക്കറിയാം, മുമ്പ് കർഷക മാർച്ച് എന്ന് പറഞ്ഞാൽ ആയിരങ്ങളെ അണിനിരത്തിക്കൊണ്ട്, ട്രാക്ടറുകൾ അണിനിരത്തിക്കൊണ്ട്, നാടിനും നാട്ടുകാർക്കും ദുരിതം നൽകിക്കൊണ്ടുള്ള യാത്രയായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ആവേശമൊക്കെ മാറിയിരിക്കുന്നു. കേവലം 101 പേരെ അണിനിരത്തിയുള്ളൊരു പദയാത്രയാണ്. ട്രാക്ടറില്ല, ആരവമില്ല, ആളുമില്ല. ഏതായാലും ഈ മാർച്ചിനെ അതിർത്തിയിലുള്ള പോലീസ് നിസ്സാരമായി കാണുന്നില്ല. ഒരുപക്ഷെ അക്രമാസക്തമാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ബന്ദോബസ്തിലാണ് പോലീസ് സേന ഒരുക്കിയിരിക്കുന്നത്. CRPF ഉൾപ്പെടെയുള്ള സൈനിക വിന്യാസവും അതിർത്തിയിൽ പൂർത്തിയായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മുസ്ലിം.